അച്ഛൻ ഞാൻ കുളിക്കാ. അച്ഛനല്ല, പിന്നെ ആരാ? എന്റെ പേര് ഹരി. അച്ഛനൊരു ചെമ്പകത്തൈ വേണമെന്ന് പറഞ്ഞിരുന്നു, അത് കൊണ്ടുവന്നതാ. ഒരു മിനിറ്റ് ഒന്ന് നിക്കോ, ഞാൻ കുളിച്ചിട്ട് വേഗം വരാം. എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചെയ്യാം, ഇതിവിടെ ഞാൻ ഉമ്മറത്ത് വെച്ചേക്കാം. അയ്യോ അച്ഛനോട് പറഞ്ഞിരുന്നാ മതി. ശരി. എന്താ എന്താ എന്റെ കോൾ എടുക്കാത്തെ? എന്താ എന്റെ മെസ്സേജിന് റിപ്ലൈ ചെയ്യാത്തെ? എത്ര തവണ വിളിച്ചു ഞാൻ, എത്ര മെസ്സേജ് അയച്ചു. വീണ, ഞാൻ ഒരല്പം തിരക്കില്ല. എന്ത് തിരക്ക്? ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ ഉണ്ടാവും പറഞ്ഞിട്ട് ശ്രേയോട് സംസാരിക്കാനും അവളെ ഒഴിവാക്കാന്ന് എന്നോട് വാക്ക് പറഞ്ഞതല്ലേ? എന്നിട്ടിപ്പോ എന്താ നടക്കുന്നേ? വീണ, ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ. എന്നെ അവഗണിക്കുന്നതിന്റെ കാരണം എന്താന്ന് പറഞ്ഞിട്ട് പോയാ മതി, അല്ലാതെ ഞാൻ വിടില്ല. ആരവഗണിച്ചു? അതെ വീണ, ശ്രേയയോട് സംസാരിക്കാനും അവളെ ഒഴിവാക്കാനും ഒക്കെ എനിക്കൊരല്പം സമയം വേണം. അല്ലാതെ ഇങ്ങനെ വിളിക്കുകയും മെസ്സേജ് ചെയ്തിട്ട് എന്താ കാര്യം? കള്ളം പറയരുത്. ശ്രേയ ഒഴിവാക്കാൻ വേണ്ടിയാണോ അവൾക്ക് വേണ്ടി റിസോർട്ടിൽ മുറി ബുക്ക് ചെയ്തത്?
മറുപടി പറ. ഒരേ സമയം അവളെ എന്നെയും ഒരുപോലെ കളിപ്പിക്കാനാ ഉദ്ദേശം അല്ലേ? വെറുതെ വിടില്ല ഞാൻ. വീണ, ഞാൻ പറഞ്ഞൊന്ന് മനസ്സിലാക്കുക. എനിക്കൊരല്പം സമയം വേണം. എനിക്ക് എന്റേതായ പ്രശ്നങ്ങൾ പലതും ഉണ്ട്. അതിന്റെ ഇടയിൽ വെറുതെ നോ വിപിൻ. വിപിന്റെ പെരുമാറ്റത്തില് എന്തൊക്കെയോ മാറ്റമുണ്ട് അറിയാലോ. ഞാൻ എന്നെ തന്നെ നിനക്ക് തന്നതാ. അതല്ല നീ എനിക്ക് തന്ന പ്രതീക്ഷ ഉണ്ടാ. നമുക്കിപ്പൊ തന്നെ ശ്രേയുടെ അടുത്തേക്ക് പോണം. എന്റെ മുന്നിൽ വെച്ച് അവളോട് നടന്നതെല്ലാം തുറന്നു പറയണം. പറഞ്ഞേ പറ്റൂ. എനിക്ക് പറ്റില്ല. എങ്കിൽ ഞാൻ വിടില്ല. മാറി നിൽക്ക് അങ്ങോട്ട്. നീ വെറുതെ പുണ്യമതി ചമയാനും നോക്കണ്ട. ചെയ്തതെന്താണെന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ മനസ്സിലാവും. അയ്യോ കുട്ടി, എന്താ പറ്റിയേ? കുട്ടി കണ്ണു തുറക്ക്. എന്തു പറ്റി മോളെ? പെട്ടെന്നൊന്ന് തല കറങ്ങിയതാ. ഡോക്ടറെ അടുത്ത് പോണോ? വേണ്ട, എനിക്ക് വീട്ടിൽ പോയാൽ മതി. ചേട്ടൻ ഒരു വണ്ടി വിളിക്കേ. വീട് വരെ ഞാനും കൂടി വരാം. തനിച്ചു പോണ്ട. വേണ്ട, ഞാൻ പൊക്കോളാം. പറയുന്നത് കേക്ക് വെച്ചേ. ഈ കുട്ടി വീട്ടിൽ കൊണ്ട് ആക്കി തരും. ഒറ്റയ്ക്ക് പോയാൽ എന്തെങ്കിലും സംഭവിച്ചാലോ? വരൂ. ഞങ്ങൾ ആരെങ്കിലും കൂടെ വരണോ? വേണ്ട, ഞാൻ കൊണ്ടുചെന്ന് ആക്കിക്കോളാം. വരൂ വരൂ. കാറിന്റെ ശബ്ദം കേൾക്കുമ്പോ മോളായിരിക്കും സ്വീകരിക്കാൻ ഇറങ്ങി വരികയെന്നാ ഞാൻ കരുതിയത്. മോളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് തന്നെ സംഭവിച്ചേനെ. അവൾ അമ്പലത്തിൽ പോയിരിക്ക. പറ്റാവുന്ന അവസരത്തിലൊന്നും അത് മുടക്കാറില്ല എന്റെ കുട്ടി. അതിനെന്താ, അത് നല്ലതല്ലേ? അല്ലെങ്കിൽ തന്നെ അമ്പലവും ദൈവങ്ങളും ഒക്കെ ആണല്ലോ സുജാതയും നിത്യയും തമ്മിൽ അടുപ്പിച്ചതും ഈ ബന്ധത്തിലേക്ക് നയിച്ചതും. വരൂ. ഇരിക്കൂ. കുടിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ മോള് വരണം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് കുടിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടല്ലോ. ഓ, ധാരാളം. അമ്മയാണെങ്കിൽ നിത്യേച്ചിയുടെ വീട്ടില് കുറച്ച് കൂടുതൽ സമയം ചെലവഴിക്കാൻ എന്താ മാർഗം എന്ന് നോക്കിയിരിക്കുക. നിത്യമോളുടെ കാര്യം ഞാൻ എപ്പോഴും ഇവളോടല്ലേ പറയുന്നേ. അതാ. അല്ല, സാറിന് എന്നാ തിരിച്ചു പോണ്ടേ? അയ്യോ, സാറൊന്നും വിളിക്കണ്ട കേട്ടോ. രഘു, അത് തന്നെ ധാരാളം. തിരിച്ചുപോക്കിനെ കുറിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല. ഏതായാലും കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആയിക്കോട്ടെ. അയ്യോ വീണേ, എന്തു പറ്റി? വഴിയില് ഈ കുട്ടി ഒന്ന് തല കറങ്ങി വീണു. അയ്യോ മോളെ, വീണേ എന്തു പറ്റിയടി? ഒന്നുമില്ല മുത്തശ്ശി, എനിക്കൊന്ന് കിടക്കണം. രാമകൃഷ്ണന് ഹരിയൊന്നും ഇല്ലല്ലോ ഇവിടെ. നീ ഒന്ന് അവരെ വിളിച്ചേ. അവരെ ഒന്നും വിളിക്കണ്ട, ഇതൊന്ന് കിടന്നാ മാറാവുന്നതേ ഉള്ളൂ. വെയിലത്ത് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞാ കേക്കില്ലല്ലോ. പിന്നെന്താ ചെയ്യാ? കുട്ടി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരെയെന്ന് വെച്ചാ വിളിക്കാട്ടോ. കുഴപ്പമില്ല,
താങ്ക്സ് കേട്ടോ. ഞാനൊന്ന് കിടക്കട്ടെ. പനിയൊന്നുമില്ല, വെയിലത്ത് പോയതിന്റെ. കുഴപ്പമില്ല മുത്തശ്ശി. എന്നാ കിടന്നോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. വാ മോളെ. മോളിരിക്കെ. അയ്യോ, എനിക്ക് പോണം മുത്തശ്ശി. പോകാം, ഇവിടെ വരെ വന്നതല്ലേ. ഞാൻ അമ്പലത്തിൽ പോയി വരുന്ന വഴിയായിരുന്നു. അപ്പോഴാ വീണയെ കണ്ടത്. മോളുടെ പേരെന്താ? നിത്യ. വീട് ഇവിടെ അടുത്താണോ? ഞാനിതുവരെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. വീട് കുറച്ച് ദൂരെയാ. അച്ഛൻ കുന്നത്ത് സദാനന്ദൻ എന്ന് പറയും. കുന്നത്തുകാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ ആരെ അങ്ങനെ വ്യക്തമായിട്ട് പരിചയമില്ല. ഇവിടെ വേറെ ആരൊക്കെയുള്ള? എന്റെ മോനുണ്ട്, രാമകൃഷ്ണൻ, വീണയുടെ അച്ഛൻ. പിന്നെ ഹരി, അവൻ എന്റെ മോളുടെ മോനാ. അവന്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചു പോയതാ. അവന് കൃഷിയാ, നല്ല പഠിപ്പും വിവരവും ഒക്കെ ഉള്ളവനാ. ഹരി വന്നിരുന്നെങ്കില് മോളെ അങ്ങോട്ട് കൊണ്ടേ ആക്കി തന്നേനെ. സാരമില്ല, എനിക്കിവിടുന്ന് പോവാവുന്നതേ ഉള്ളൂ. ഞാൻ നാളെ മറ്റന്നാളോ വരാട്ടോ, വീണയുടെ കാര്യങ്ങൾ അറിയാൻ. അങ്ങനെ ആയിക്കോട്ടെ മോളെ. വരുമ്പോ മുത്തശ്ശിക്ക് ഒരു കൂട്ടം കൂടി കൊണ്ടുവരുവോ മോള്? എന്താ? ഇത്തിരി മുറുക്കാനേ. ഉം. ഇവിടെ ഹരിയോട് പറഞ്ഞ അവൻ വാങ്ങിച്ചു തരില്ല. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കൊടുക്കാൻ പാടില്ലെന്ന്. അതാ കാര്യം. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്നേ? പേരക്കുട്ടി അത് വിലക്കുന്നുണ്ടെങ്കിലേ മുത്തശ്ശിയോടുള്ള സ്നേഹം കൊണ്ടല്ലേ. ഇപ്പൊ വിലക്കൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനങ്ങ് പോകാറായില്ലേ. അതൊന്നും നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നേ, ദൈവത്തിന്റെ കയ്യിലല്ലേ. എന്തായാലും ഇവിടെ വിലക്കുള്ളൊരു സാധനം ഞാൻ കൊണ്ടുവരില്ല. മുത്തശ്ശിക്ക് വേറെന്തേലും വേണോ? വേണമെങ്കിൽ പറ, ഞാൻ കൊണ്ടുവരാം. ശർക്കര പായസം വെക്കാൻ അറിയാവോ? അറിയാം. എന്നാ അത് കുറച്ചുണ്ടാക്കി കൊണ്ടുവന്നാ മതി. ഇത്തിരി തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നെയ്യൊഴിച്ച്. അതും എന്നെ കൊണ്ട് ഇവിടെ തൊടിയിക്കാറില്ലെന്നേ. അത് കുഴപ്പമില്ല, ഒരൊറ്റ ദിവസം ചട്ടം മറികടക്കുന്നോണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ കൊണ്ടുതരാം മുത്തശ്ശി. ഇടയില് വീണയൊന്നും നോക്കണം കേട്ടോ. ആയിക്കോട്ടെ. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ, അച്ഛൻ കാത്തിരിക്കുന്നുണ്ടാവും. ആയിക്കോട്ടെ. ഇനി വരുമ്പോ മുത്തശ്ശിയുടെ അടുത്ത് കുറച്ചു നേരം കൂടെ ഇരിക്കണേ. എന്തോ ഒരു മുൻപരിചയമുള്ള ആളെ പോലെ തോന്നുക. അത് എനിക്കും തോന്നുന്നുണ്ട് മുത്തശ്ശി. എന്നാ ശരി, ഞാൻ പോയിട്ട് വരട്ടെ. ശരി മോളെ. നല്ല കുട്ടി. മോളെ, നിങ്ങൾ എന്തേ കാണിക്കുന്നേ? ആ കുഞ്ഞെവിടെ? ഇവിടെ കിടന്ന് കരഞ്ഞിരുന്ന കുഞ്ഞെവിടെ? വാതിൽ തുറക്ക, വാതിൽ തുറക്കാനാ പറഞ്ഞ. എന്റെ അടുത്തേക്ക് വരരുത്, വന്ന് പോരുതെന്നാ പറഞ്ഞത്. എന്തായാലും നീ ഇതിനകത്ത് വന്ന് കയറിയില്ലേ, അപ്പൊ പിന്നെ ഒന്നും നടക്കാതെ നിന്നെ പുറത്തിറക്കി വിട്ടാ എനിക്കത് നാണക്കേടാ. എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ വിടുന്നതാ നിനക്ക് നല്ലത്. ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല, നിന്നെ ഒന്നും ചെയ്യില്ല. പക്ഷേ നമുക്കൊരു സെൽഫി എടുത്താലോ? മര്യാദയ്ക്ക് മാറാനാ പറഞ്ഞ. മാറുമല്ലേ? നീ അത് ഇവിടെ ഒന്ന് നോക്കി.
കഴിഞ്ഞു. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു ഉപദ്രവം ഉണ്ടാവില്ല. നിന്നെ ഞാൻ തൊടുക പോലുമില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? കോൺട്രാക്റ്റാ എന്ന് പറഞ്ഞാൽ അതെന്റെ പണിയാണ്. ഇനി നമുക്ക് കാര്യം സംസാരിക്കാം. നിനക്കിപ്പോ നടക്കാൻ പോകുന്ന കല്യാണം ഉണ്ടല്ലോ ജീവനുമായിട്ട്, അതിൽ നിന്ന് നീ പിന്മാറണം. എന്നിട്ട് നളിനേച്ചിയുടെ മകനില്ലേ വിമൽ, അവനെ നീ കെട്ടിയാ മതി, പണ്ട് തീരുമാനിച്ച പോലെ. അമ്മായിയാണോ നിങ്ങളോട് എന്നെ ഉപദ്രവിക്കാൻ പറഞ്ഞത്? അത് ഞാൻ പറയാൻ പാടുണ്ടോ? നമ്മുടെ ഈ ഫോട്ടോസൊക്കെ ഒന്ന് നോക്കിയേ. നല്ല പൂ പോലത്തെ കൈ, കേടാക്കേണ്ടത്. ഞാനീ പറഞ്ഞ കാര്യമുണ്ടല്ലോ, കല്യാണം വേണ്ടെന്ന് വെക്കുന്ന കാര്യം. അതിന് പൊന്നുമോള് തയ്യാറല്ലെങ്കിൽ ആ പയ്യന്റെ കുടുംബത്തിലേക്കും പിന്നെ നാട്ടുകാരുടെ മൊബൈലിലേക്കും ഞാൻ ഇതങ്ങ് അയക്കും. എന്നിട്ട് കാലങ്ങളായി നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്നും ഇതേ കെട്ടിടത്തിൽ നമ്മൾ ഇതുപോലെ സംസാരിച്ചിട്ടുണ്ടെന്നും ഞാൻ അങ്ങ് പറയും. ആളുകളത് വിശ്വസിക്കും. അവർക്ക് ഇങ്ങനത്തെ കഥകളൊക്കെ ഇഷ്ടമാണ്. അപ്പോ എന്താ മോളുടെ തീരുമാനം? പ്ലീസ്, എന്റെ ജീവിതം ഇല്ലാതാക്കരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയാം. ഒരു ജീവിതം തട്ടിത്തെറിപ്പിച്ചാലും മറ്റൊരു ജീവിതം തരുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്താ കുഴപ്പം? ഇനിയെല്ലാം മോളുടെ ഇഷ്ടം. പൊയ്ക്കോ. നിന്നെ ഉപദ്രവിക്കാൻ പാടില്ലെന്ന് എനിക്ക് കടുത്ത നിർദ്ദേശമുണ്ട്. അല്ലെങ്കിൽ ഗിരിയുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ആരും പോവാറില്ല. ആ പോ. கடவுளே, கொஞ்ச நேரம் இந்த வீட்டில் யாரும் இல்லை. நானும் என்னோட சூப்பர் ஸ்டார் மட்டும் தான். ஒரு தடவை கறக்கிய மாதிரி. ஆஃப் பண்ணிருக்கேன். എന്താടാ നിനക്ക് വട്ടായോ? ஐயா கோபிச்சிடாதயா. மேனோ சாரும் மேடம் எல்லாம் வெளியே போயிருக்கு. நீ இங்கே இல்லை. അച്ഛനും അമ്മയും അവിടെ പോയി. அது அந்த பெண்ணோட வீட்டில். சார் கல்யாணம் കഴിക്കാൻ പോകുന്ന அந்த பெண்ணோட வீட்டில் ஏதோ ஆபரணங்களெல்லாம் കൊടുக்கிறதுக்கு. ഈ അമ്മയുടെ ഒരു കാര്യം. നീ വന്നടാ. എങ്കേ എടാ, അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവള് നല്ലതാണോ ചീത്തയാണോന്നേ ഇതുവരെ എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെന്നേ. അതിന്റെ ഇടയ്ക്കാ ആഭരണം കൊണ്ടുവരിക്കുന്നത്. ஐயா, எவ்வளவு தேடி பார்த்தாச்சு, எத்தனை பேரோடு பேசியாச்சு. அந்த பொண்ணை பற்றி யாராவது ஒரு குறை சொல்லியிருக்காயா? அதோட மீனிங் என்ன? அந்த பொண்ணு நல்ல பொண்ணு. ഞാൻ അന്വേഷിക്കുന്ന ഒരു കാര്യത്തിലെ നിന്റെ അഭിപ്രായം വേണ്ട. നിനക്ക് പെണ്ണുങ്ങളെ കുറിച്ചൊരു കുന്തും അറിയത്തില്ല. ഞാൻ അവളെ കുറിച്ച് അന്വേഷിച്ച് എനിക്ക് ബോധ്യപ്പെടാതെ ഇനി ഒരു ചടങ്ങും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇറങ്ങി വാടാ. എന്നോட വീതി